മിനു മുനീറിന്റെ വെളിപ്പെടുത്തലിൽ ആരോപണ വിധേയനായ VS ചന്ദ്രശേഖരൻ, അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. KPCCയുടെ നിയമസഹായ വിഭാഗം അധ്യക്ഷൻ കൂടിയാണ് ചന്ദ്രശേഖരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോയത് ഇദ്ദേഹമായിരുന്നു എന്ന ഒരു ആരോപണമാണ് മിനു മുനീർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ ആരോപണ വിധേയന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ സമയത്ത് ലഭ്യമാണോ? എന്താണ് അറിയാൻ കഴിയുന്നത്? ദിവിഷ്, നമ്മൾ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് രേഖാമൂലം അവർ പരാതി ഉണ്ടെങ്കിൽ അത് നൽകട്ടെ. ആ രേഖാമൂലമുള്ള പരാതി വന്നു കഴിഞ്ഞാൽ താൻ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താം. ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ അത് ഡിഫാമേറ്ററി ആണ്, തന്നെ ബോധപൂർവം ആക്ഷേപിക്കാനുള്ളതാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ഈ മേഖലയിൽ, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഈ മീനു പരിചയമുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. താൻ നേരത്തെ കൊച്ചിയിൽ താമസിച്ചിരുന്നപ്പോൾ ഇവരെ പരിചയമുണ്ട്. പക്ഷേ ഇവരുന്നയിക്കുന്ന ആരോപണങ്ങളെ അതായത് ചന്ദ്രശേഖരൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച രേഖാമൂലമുള്ള പരാതി വരട്ടെ. ആ രേഖാമൂലമുള്ള പരാതി വന്നാൽ ആ ഘട്ടത്തിൽ താൻ പ്രതികരിക്കാമെന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ശരി ബിനിൽ, മറ്റേതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിയമപരമായി പരാതി വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നാണല്ലോ. ഇപ്പോൾ തനിക്ക് മാനനഷ്ടമുണ്ടാക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ തിരിച്ച് നിയമപരമായി മുന്നോട്ട് പോകും, അങ്ങനെ എന്തെങ്കിലും ഇദ്ദേഹം പറയുകയുണ്ടായോ? അദ്ദേഹം നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ദീർഘകാലമായി അഭിഭാഷക വൃത്തിയിലുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ നടിയുടെ ആരോപണങ്ങൾ തനിക്ക് ഡിഫാമേറ്ററി ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രേഖാമൂലമുള്ള ഒരു പരാതി അവർ നൽകട്ടെ, അങ്ങനെ പരാതി വന്നാൽ ആ ഘട്ടത്തിൽ പ്രതികരിക്കാമെന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അവർ നടത്തിയിരിക്കുന്ന പ്രതികരണം, ആ പ്രതികരണത്തിൽ സ്വാഭാവികമായും രേഖാമൂലമുള്ള ഒരു പരാതി വന്നില്ല എങ്കിൽ അദ്ദേഹം മാനനഷ്ടത്തിന് കേസുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം ഇക്കാര്യത്തെ സമീപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് രേഖാമൂലമുള്ള പരാതി വന്നാൽ മാത്രം താൻ ആ കാര്യത്തിൽ പ്രതികരിക്കാം എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. മിനു മുനീറിൻ്റെ ആരോപണ വിധേയനായ ചന്ദ്രശേഖരൻ, അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്, ലോയേഴ്സ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ്. KPCC നിയമസഹായ വിഭാഗം അധ്യക്ഷനാണ് ചന്ദ്രശേഖരൻ എന്നാണ് അറിയുന്നത്. നിയമപരമായ ഏതെങ്കിലും രീതിയിൽ പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രതികരണം അറിയിക്കാം എന്നാണ് ഇവർ പറയുന്നത്.